ഇന്ന് നമുക്ക് ചെറുപയർ ചീരത്തോരൻ ഉണ്ടാക്കിയാലോ. അതിനായി 1/4 കിലോ ചെറുപയർ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വൃത്തിയായി കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി എന്നിവയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാമ്പാർ ചീരയും വള്ളിച്ചീരയൊക്കെയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീര ഉണ്ടെങ്കിലും അത് എടുക്കാവുന്നതാണ്. ഇത് ചെറുതായി അരിഞ്ഞു വെക്കുക. ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് 2ആയി കീറിയതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക. വേഗത്തിൽ വഴന്നു വളരാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർക്കുക. ഇതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി കൂടി ചേർക്കുക. ചെറുപയർ വേവിക്കാൻ വെക്കുമ്പോൾ അന്നേരം വേണമെങ്കിലും നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാൻ അന്നേരം ചേർത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ചേർക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചീര ഈ പരുവമാകുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഈ പയറിലേക്ക് ചീര മിക്സ് ചെയ്യുക. ശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചതച്ച് ചേർക്കുക. അതിനുശേഷം ആവി കയറുന്നതിനായി ജസ്റ്റ് ഒന്ന് മൂടി വേവിക്കുക. പേറ്റ് മാറ്റാം ഈ സമയത്ത്. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ ചേർക്കുക. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്തിട്ടില്ല. കടായി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിടുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചീര ഇടുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് യോജിപ്പിച്ച് 1 മിനിറ്റ് മൂടി വയ്ക്കുക. ഇപ്പം സിമ്മിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത്.
ആവി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമ്മുടെ രുചികരമായ ചെറുപയർ ചീരത്തോരൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ.